സത്രം. മലയാള ശബ്ദതാരാവലിയുടെ അർത്ഥമനുസരിച്ച് അഭയകേന്ദ്രം എന്നർത്ഥം. അഭയകേന്ദ്രമായാലോ? ക്രിസ്മസ് രാവിലെ അഭയകേന്ദ്രമായി തീരാതിരുന്ന സത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. യേശുപിതാവിനും മാതാവിനും ഇടമില്ലാതെ പോയ സത്രം. അതിനപ്പുറം ഇടം കൊടുക്കുന്ന സത്രങ്ങളായി തീരാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ശ്രമിച്ചാലോ? അഭയം കൊടുക്കുന്ന അഭയകേന്ദ്രങ്ങളായി മാറാനായിട്ട്. അപ്പോൾ ആർക്കാണ് അഭയം കൊടുക്കുക? ചിലപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന ചില മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടത് ഒരു നേരത്തെ ഭക്ഷണമായിരിക്കാം, ചിലപ്പോൾ ഒരു സാന്ത്വന വാക്കാകാം, ചിലപ്പോൾ ഒരു അപ്രിസിയേഷനാകാം, ഒരു അഭിനന്ദനമാകാം, ചിലപ്പോൾ ഒരു തലോടലാകാം, ചിലപ്പോൾ ഒരു ചെറു പുഞ്ചിരിയാകാം. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അഭയകേന്ദ്രങ്ങളായി തീരുകയാണ്. പണ്ട് 2000 വർഷങ്ങൾക്കപ്പുറം, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനും യേശുപിതാവിനും മാതാവിനും അഭയം കൊടുക്കാതെ പോയ സത്രം പോലെയല്ല, അഭയം നൽകുന്ന പുതിയ സത്രങ്ങളായി തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്നാൽ അഭയം നൽകുന്നത് കൊണ്ട്, അഭയകേന്ദ്രങ്ങളായി തീരുന്നത് കൊണ്ട് ഒരുവനെ അടിമയാക്കണമെന്ന നിർബന്ധമൊന്നുമില്ല. ചിലപ്പോഴെങ്കിലുമൊക്കെ ചില അഭയകേന്ദ്രങ്ങൾ നമ്മൾ കാണാറുണ്ട്, അവരെന്നെ അടിമയാക്കി തീർക്കുന്ന അഭയകേന്ദ്രങ്ങൾ. അങ്ങനെ ആകാതിരിക്കും. ഞാൻ ഒരുവന് അഭയം കൊടുക്കുമ്പോൾ അത് അവനോടുള്ള സ്നേഹത്തെ പ്രതി, വാത്സല്യത്തെ പ്രതി, അവൻ്റെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം നൽകാനായിട്ടുള്ള സമയമായി, ഇടമായി തീരട്ടെ. അങ്ങനെ ഒരു മനുഷ്യനായി തീരട്ടെ. ഞാൻ അഭയകേന്ദ്രമായി തീരുന്നത് എൻ്റെ എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആകരുത്. അത് ഞാൻ സ്നേഹിക്കുന്ന സുഹൃത്താകാം, എൻ്റെ ബോയ് ഫ്രണ്ടാകാം, ഗേൾ ഫ്രണ്ടാകാം. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആകരുത് മറ്റുള്ളവൻ അഭയം കൊടുക്കുന്നത്. പകരം അവരൻ്റെ നന്മയ്ക്ക് വേണ്ടി അഭയകേന്ദ്രമായി തീരാം. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ആളുകളിൽ അവരെന്നെ അഭയകേന്ദ്രമായി മാറാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ചിലപ്പോഴും നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി, നമ്മുടെ ഒരു ചെറിയ തലോടൽ, നമ്മുടെ ഒരു ചെറിയ വാത്സല്യം മതി അവന് വലിയ പ്രതീക്ഷയും ശാന്തിയും നൽകാനായിട്ട്. നമ്മൾ അഭയകേന്ദ്രമായി തീർന്നില്ലെങ്കിൽ ഒരു വേള അവൻ ചെന്ന് അവസാനിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും ഒരിറ്റ് കയറിൻ്റെ അറ്റത്തുമൊക്കെ ആയിരിക്കാം. അങ്ങനെ ആയിത്തീരാതിരിക്കട്ടെ. നല്ല അഭയകേന്ദ്രങ്ങളായി മാറാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.